ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 ജൂൺ 16 തിങ്കളാഴ്ചയാണ്. ഒരാഴ്ചയുടെ തുടക്കമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മൊത്തത്തിൽ ട്രേഡേഴ്സിന് ഒരു ലോസിലാണ് അവസാനിച്ചത്. ഈ ആഴ്ച കൂടുതൽ ശക്തമായി നല്ല പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. വിശേഷങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് പശ്ചിമേഷ്യ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് നമുക്കൊരിക്കലും എങ്ങോട്ടാണ് മാർക്കറ്റ് പോവുക എന്നുള്ളത് ഒരു അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും റെഡി ആയിരിക്കേണ്ട, എന്തും സംഭവിക്കാം, ഏത് നിമിഷവും കാര്യങ്ങൾ തലകുത്തി മറിയാം എന്നുള്ള ഒറ്റ ധാരണയിൽ തന്നെ വേണം മാർക്കറ്റിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ യുദ്ധം മുറുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ഒരു ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അദാനി എൻ്റർപ്രൈസ്, സൺഫാർമ, വേദാന്ത, നസാര ടെക്, NTPC, ബജാജ് ഫിനാൻസ്, ദെൻ ബിർള കോർപ്പറേഷൻ. ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. നമുക്ക് ആ പഴയ ടോപ്പിക്കിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു വരാം. ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഓയിലിൻ്റെ പ്രൈസ്, പെട്രോളിൻ്റെ അല്ലെങ്കിൽ എണ്ണയുടെ വില ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. കാരണം റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെയാണ് ഇന്ത്യ ഓയിൽ എടുക്കുന്നത്. അതിൻ്റെ ഷിപ്പിംഗ് ഒന്നും നടക്കാത്ത ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ കൂടി ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ അത് വളരെയധികം ഈ ഒരു യുദ്ധം ഇൻഡയറക്റ്റ്ലി ബാധിക്കും. അതുപോലെ ഇവരുടെ ഈ യുദ്ധം മുറുകുകയാണെങ്കിൽ, ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ പ്രസിഡന്റിനെ വധിക്കും, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ്. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഇത് കൂടുതൽ വഷളാവുകയുള്ളൂ ഈ പ്രശ്നങ്ങൾ. അതോടുകൂടി ഇരുഭാഗത്തും ഓരോ രാജ്യങ്ങൾ കൂട്ടുകൂടാൻ തുടങ്ങും. ഇറാൻ്റെ ഭാഗത്താണെങ്കിൽ ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇസ്രായേലിനാണെങ്കിൽ ആ ഭാഗത്ത് US മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ കൂടെ അവർ ജോയിൻ ചെയ്യും. യുദ്ധം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. ഇതിലൊക്കെ നശിച്ചു പോകുന്നത് വേറെ ഏത് രാജ്യങ്ങളും അല്ല, മിഡിൽ ഈസ്റ്റും ഇറാൻ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ നാശം നേരിടാൻ പോകുന്നത്. മറ്റാർക്കും തന്നെ വലിയ നാശനഷ്ടം ഉണ്ടാവില്ല. അമേരിക്കയിലേക്ക് പോയി ഒരിക്കലും ഒരു ബോംബിടാനൊന്നും ആരും ശ്രമിക്കില്ല. കാരണം അവരുടെ ബേസുകൾ, മിലിറ്ററി ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തകർക്കുക എന്നാൽ അതിലൂടെ ആ ആയുധങ്ങൾ നശിപ്പിക്കുക എന്ന രീതിയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകും. അതുപോലെ ഓരോ കാര്യങ്ങൾക്കും രക്തസാക്ഷിയാകാൻ പോകുന്നത് സാധാരണ ജനങ്ങളായിരിക്കും, സാധാരണ മനുഷ്യരായിരിക്കും. ഒന്നും അറിയാതെ ഇതിലൊന്നും, ഈ രാഷ്ട്രീയ കളികളിലൊന്നും അല്ലെങ്കിൽ ഈ യുദ്ധക്കളികളിലൊന്നും തന്നെ ഭാഗമാകാതെ രാവിലെ എണീറ്റ് ജോലിക്ക് പോയി തിരിച്ചു വന്ന് കുടുംബം പോറ്റുന്ന സാധാരണക്കാരായിരിക്കും ഇതിലൊക്കെ തന്നെ രക്തസാക്ഷികളാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അത് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആൾനാശവും സാമ്പത്തിക നഷ്ടവും ആയുധങ്ങൾ നഷ്ടവും എല്ലാം തന്നെ സംഭവിച്ചേക്കും. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാർക്കും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും, അത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ മൊത്തത്തിലുള്ള ഷിപ്പിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഷിപ്പിംഗ്, കടൽ വഴി പോകുന്ന എല്ലാ എല്ലാ യാത്രകളെയും അത് ബാധിക്കും. ടൂറിസത്തെ ബാധിക്കും. അങ്ങനെ ഒരുപാട്, അതും കൂടാതെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ പണം പിൻവലിച്ച്, നിക്ഷേപങ്ങളൊക്കെ പിൻവലിച്ച് അവർ മാറി എങ്ങോട്ടെങ്കിലും നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ യുദ്ധം 10 വർഷത്തേക്ക് പുറകേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അത്രയും മോശപ്പെട്ടൊരവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് പരമാവധി ജോയിൻ ചെയ്യാൻ. ന്യൂസ് ചാനൽ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓരോ മിനിറ്റ് ന്യൂസ് ചാനൽ, സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്ന രീതിയിലാണ് ആ ചാനലിൻ്റെ പേര് വരുന്നത്. ടെലിഗ്രാമിലാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ്സ് വരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചത്. ജപ്പാൻ മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 24,749 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. 11 പോയിന്റ് മുകളിൽ 24,760 ഓപ്പൺ ആയിരിക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോയിട്ടുള്ളത്.
24,780 വരെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം 31 പോയിന്റ് മുകളിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള. ഒരിക്കലും ഒരു മുൻവിധിയോടുകൂടി ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ ടെക്നിക്കൽ അനാലിസിനൊക്കെ സീറോ വാല്യൂ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏത് നിമിഷവും ഇതെല്ലാം തകിടം മറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ദെൻ കമ്മോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. $61 ഉണ്ടായിരുന്നു, നേരെ കയറിപ്പോൾ $71.77 എത്തിയിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസും നന്നായി കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ പ്രൈസിൽ നിന്നും ഇന്നേക്ക് കുറയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ നിന്ന് ഇന്നത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗോൾഡിൻ്റെ ഇന്നലത്തെ പ്രൈസിൽ നിന്ന് ഇന്നത്തേക്ക് കുറയാണ് ചെയ്തിട്ടുള്ളത്. $3,460 ഗോൾഡിൻ്റെ പ്രൈസ്. ബിറ്റ് കോയിൻ്റെ വാല്യൂ ഇന്നലത്തേതിൽ നിന്ന് കൂടിയിട്ടുണ്ട്. പക്ഷേ $1,11,000 എത്തിയിരുന്നു. അവിടെ നിന്ന് $1,05,182 എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം നന്നായി സ്ലിപ്പായിട്ടുണ്ട്. 85 രൂപ 57 പൈസ ഉണ്ടായിരുന്നത് 86 രൂപ 11 പൈസ ആയിട്ടുണ്ട്. ഏകദേശം 50 പൈസയുടെ ഒരു സ്ലിപ്പേജാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഇവൻറ്റ്സ് ഇന്ന് കുറേ ഡാറ്റ ഇന്ന് റിലീസാവാറുണ്ട്. WPI ഫുഡ് ഇയർ ഓൺ ഇയർ, WPI ഫ്യൂയൽ ഇയർ ഓൺ ഇയർ, WPI ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, WPI മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, എക്സ്പോർട്സ് USD മെയ്, ഇമ്പോർട്ട്സ് അതേപോലെ ട്രേഡ് ബാലൻസ് മെയ്. ഇനി US എന്നുള്ളതാണെങ്കിൽ OPEC മന്ത്ലി റിപ്പോർട്ട്, NY എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, റൈറ്റ് മൂവ് ഹൗസ്, UK എന്നുള്ളത് റൈറ്റ് മൂവ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ്, റൈറ്റ് മൂവ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ. ദെൻ ചൈന എന്നുള്ളത് ഹൗസ് പ്രൈസസ്, ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇത്രയും ഈവൻ ഡാറ്റയാണ് ഇന്ന് റിലീസ് ആവാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 2 പെന്നി സ്റ്റോക്കുകളുണ്ട്, 16 20 രൂപയൊക്കെ ഉള്ളത്. അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ദെൻ F&O ബാനിൽ കുറേ കമ്പനികളിൽ നിന്ന് ABFRL, ബിസോഫ്റ്റ്, CDSL, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹഡ്കോ, IEX, IRDA, മണപ്പുറം, RBL ബാങ്ക്, തിത്തകർ. ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഈ F&O ബാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റോക്കിൻ്റെ ഡെലിവറി 95% ആയിക്കഴിഞ്ഞാൽ, അതായത് ഇനി 5% സ്റ്റോക്കുകൾ മാത്രമേ പുറത്തോട്ട് സെല്ല് ചെയ്യാൻ ഉള്ളൂ എങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ഇതിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഒരു ലോട്ടായിട്ടാണ് നമുക്ക് സ്റ്റോക്കുകൾ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പർലി അത് എക്സ്പയറി വരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടതാണ്. അപ്പോൾ നോർമലി 95% സ്റ്റോക്കുകൾ ഡെലിവറി ആയിക്കഴിഞ്ഞു, 5% ഉള്ളൂ. നിങ്ങളൊരു ഓപ്ഷൻ എടുത്തു, അതിനകത്ത് നിങ്ങൾക്കൊരു 10% സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അത്രയും വലിയൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തരണം. അല്ലെങ്കിൽ കുറേ പേര് എടുത്തപ്പോൾ അത്രയും സ്റ്റോക്കുകൾ ഡെലിവറി ചെയ്യണമെങ്കിൽ അത് സാധിക്കാതെ വരുന്നൊരവസ്ഥ വരും. അതായത് 95% ആയി, 5% അത് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ 95% ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഫ്യൂച്ചറും അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നീട് ഇന്ന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി വീണ്ടും ബിൽഡപ്പായി ഒരു എന്താ പറയുക, അതിൻ്റെ ഡെലിവറി കൂടുതൽ സ്റ്റോക്കുകൾ തിരിച്ച് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഡിസേബിൾ ആവുകയും ചെയ്യും. ഓക്കെ, ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ അതിനെക്കുറിച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. ദെൻ നമുക്ക് പോകേണ്ടത് കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1263 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3041 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1777 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ IT സെക്ടറും മീഡിയ അതേപോലെ റിയാലിറ്റി ഈ 3 സെക്ടറുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഗ്രീനിൽ അവസാനിച്ചത്. ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസും ഓട്ടോ ബീസും IT ബീസും ഗ്രീനിലാണ് അവസാനിച്ചത്. നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ് അതേപോലെ ഫാർമ ബീസ് എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ദെൻ ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഷാ മെറ്റാകോർപ്പ്, ധനി സർവീസസ്, ആർട്ട് നിർമ്മാൺ, ശ്യാം ടെലികോം, TCI ഫിനാൻസ്, രാജ് ഓയിൽ മിൽസ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ, സൈബർ മീഡിയ, ഓയിൽ കൺട്രി, എക്സൽ റിയാലിറ്റി. ഇത്രയും സ്റ്റോക്കുകൾ ഇതെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകളാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെത് 227 രൂപയുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഉണ്ടല്ലേ. എക്സൽ റിയാലിറ്റിയൊക്കെ 78 പൈസ മാത്രം ഉള്ളൊരു ഇതാണ്. TCI ഫിനാൻസ് 16 രൂപ, ആർട്ട് നിർമ്മാണം 60 രൂപ. അങ്ങനെയൊക്കെയുള്ള പെന്നി സ്റ്റോക്കുകളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ
അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഒരു അപ്പർ സർക്യൂട്ട് അടിക്കുകയാണെങ്കിൽ 7 രൂപ അല്ല 78 പൈസയൊക്കെ ഉള്ള ഒരു സ്റ്റോക്കിന് ഒരു 10 പേര് ഒരു കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അപ്പർ സർക്യൂട്ട് അടിക്കും, അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിക്കും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ദെൻ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയതാണ് 1.1. Radan Media, Landmark Properties, Energy Dev, Balu Forge Industries, രുചി ഇൻഫ്ര, പ്ലാസ വയേഴ്സ്, അമൈൻസ് പ്ലാസ്, വർദ്ധമാൻ പോളി, വീവിൻ, ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ് 245 പോയിന്റ് മുന്നേറ്റത്തിൽ 24,718 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചത്തെ ഡാറ്റ നമുക്ക് കിട്ടാറായിട്ടില്ല. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് 48 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ഉള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു ഡോജിയാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണ്. PCR വന്നിരിക്കുന്നത് 0.8 ആണ്. ഒരു ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 26,000-ൽ 1,15,000 കോൾ റേറ്റിംഗ് ആണുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ട് 22,800-ലാണ്. 1,04,000 പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. വിക്സ് 15.08, അത്യാവശ്യം നല്ല വിക്സ് ആണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന്. CPR വന്നിരിക്കുന്നത് 24,684, 649, 614, 70 പോയിന്റ് ഗ്യാപ്പിലാണ് CPR ഉള്ളത്. ദെൻ റാസ് ലെവൽസിൻ്റെ നോട്ട് റേറ്റ് സോണിലേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് 611-ൽ 599, ഏകദേശം 12 പോയിന്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോൺ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ CPRൻ്റെ തൊട്ട് താഴെയാണ് നോട്ട് റേറ്റ് സോൺ ഉള്ളത്. സോ നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് 684-നെ CPRൻ്റെ ടോപ്പ് CPRനെ നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈനായിട്ടും ബ്രേക്ക് ഡൗൺ ലെവൽ റാസ് ലെവൽസിൻ്റെ 599-നെ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 24,684 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,910 വരെയും ഏകദേശം 226 പോയിന്റ് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അഥവാ 599 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,527 വരെയും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏകദേശം 70 പോയിന്റ് 69 പോയിന്റോളം താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും 24,500 ഒരു സൂപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ 24,500 ടച്ച് ചെയ്ത് സ്ട്രൈറ്റ് മുകളിലോട്ട് വരികയായിരിക്കും. ഇതൊരിക്കലും ഇന്നത്തെ മാർക്കറ്റിൽ ഈ യുദ്ധം നിലനിൽക്കുന്ന സമയത്ത്, കാരണം ഒരു മിസൈൽ അധികം പൊട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ തലകുത്തി മറിയും. കാരണം നമ്മൾ ചിന്തിക്കുന്നത്, അതായത് ചെറിയ മൈൻഡ് സെറ്റിലല്ല വലിയ ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുക. അവർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഓരോ രാജ്യത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പുറത്ത് പല രാജ്യങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവർ മാക്സിമം ഡാറ്റ ന്യൂസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് അവരുടെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നമ്മളെ മാർക്കറ്റും അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തായാലും ഇന്നത്തേക്ക് ഈ ന്യൂസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.